ഹലോ, ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സച്ചിൻ്റെ വീട്ടിലേക്കാണ്. സ്വന്തമായിട്ട് എനിക്ക് ബ്രദേഴ്സ് ആരും ഇല്ലെങ്കിലും പഠിച്ചോൻ എനിക്ക് അല്ലാതെ കുറേ ബ്രദേഴ്സിനെ എനിക്ക് തന്നിട്ടുണ്ട്. അതിലെൻ്റെ എൻ്റെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ബ്രദറാണ് നിസാം. അപ്പോൾ അവൻ്റെ ഉമ്മയും പിന്നെ അവൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട്, അവനും ലൈക്ക് മൈ ബ്രദർ തന്നെയാണ്, മാലിക്. അപ്പോൾ അവനും നിസാമും ഞാനും ഉമ്മയും അതുപോലെ തന്നെ മാലിക്കും കൂടെ നേരെ സച്ചിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിസാമിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സച്ചിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവൻ്റെ ഫ്രണ്ട് ഇതമ്മ അല്ലേ? ഓക്കെ, നമുക്ക് കയറാം. അവന് ഭയങ്കര നാണമാണ്. സച്ചിൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളത്. എവിടെയാ ഗൾഫിൽ? എവിടെ? ദുബായ്. ഓക്കെ, ഇതാണ് നമ്മുടെ സച്ചിന്റെ വീട്. ഓക്കെ, നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം. അടുക്കള. അമ്മ ഇവിടെ നമുക്ക് കാര്യമായിട്ട് വെള്ളം സർവ് ചെയ്യാൻ വേണ്ടി വെള്ളം എടുത്തോണ്ടിരിക്കുകയാണ്. അടിപൊളി. ഇതാ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നു. എവിടെ പോവാടാ? ആ കാണാം. മാങ്ങ കിട്ടും ഇപ്പം. വീണ്ടടാ മാങ്ങ. പറിച്ചോ. മൂവാണ്ടൻ അല്ലേ? കിളിച്ചുണ്ടൻ. ഓഹോ, പൊളി. കിളിച്ചുണ്ടൻ മാമ്പഴം കിട്ടി. കറക്റ്റ് ഒരു കിളിയുടെ ഒരു ചുണ്ട് പോലെ ഉണ്ടല്ലേ. കാട്. ലക്ഷദ്വീപ് വരെ പറയിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നവനാണ് ഞാൻ. എന്താടാ സെക്കൻഡ് ഇട്ടെടുത്ത് വെച്ചു. ഓക്കെ, കൊറേ നേരമായിട്ട് സ്റ്റോറി ട്രൈ ചെയ്തിട്ട് ഫോക്കസ് ആവുന്നില്ല. പാപ്പട്ടവൻ പോയി, വലിച്ചെറിഞ്ഞിട്ട് പോയി. ഓക്കെ, എടാ ഇനി നമ്മളെവിടെയാ പോകുന്നേ? കൈനേരിയില്ല. ഓക്കെ, നമ്മള് ടെർമിനലിലേക്ക് പോകാൻ പോവാണെങ്കിൽ എടാ ഇതല്ല ഈ നിക്കുന്നവനില്ലേ, ഇവൻ ലക്ഷദ്വീപിൽ നിന്ന് അവര് പറഞ്ഞ് ഓടിച്ചു വിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഈ കാണുന്ന ഭയങ്കര ലുക്കും ഇതൊക്കെയാണെന്ന് അവരുടെ വിചാരം. പക്ഷെ കൈരിപ്പ് വളരെ മോശമാണ്, വെറും വിവരമില്ലാത്തവരാണ്. ഒന്നൂടെ എന്തുവാടാ? മമ്മിയോട് പറ കോമളം വാങ്ങിച്ചു തരാൻ. എല്ലാരും ഓർക്കും എനിക്ക് വല്ല വട്ടാണെന്ന്. പക്ഷെ സത്യം പറഞ്ഞ വട്ട് തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. കുട്ടനാടെന്ന് പറഞ്ഞാൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ നാട്ടിൻ പ്രദേശമല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. പുളി, മാങ്ങ, അതുപോലെ തന്നെ താമര, ആമ്പൽ എല്ലാം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കൈനേരിയിൽ പോകാൻ പോവാ. ഓക്കെ ഉമ്മി, എങ്ങനെയുണ്ട് ഉമ്മി? സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കണ്ടോ, കേട്ടില്ലേ? ലക്ഷദ്വീപ് വരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. കാരണം ബാക്കിയുള്ളവരെല്ലാം പാവപ്പെട്ടവരാണ്. ഇവനെ അവിടുന്ന് ഓടിച്ചതാണ് നാട്ടുകാരെല്ലാരും കൂടെ. അപ്പൊ വലിഞ്ഞൊരു കപ്പലിന്റെ സൈഡിൽ കയറി ഇരുന്ന് കൊച്ചിയിലേക്ക് വന്നവനാണ് ഇവൻ. കൂടെ ഈ ബുള്ളറ്റ് എടുത്തിട്ടുണ്ടെന്ന്. സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്തുണ്ടല്ലോ, ഇത് ചിലപ്പോ ഇത് കാണുമ്പോഴത്തേക്ക് എന്റെ ഉമ്മീനെ എന്നെ അവിടെ ചെല്ലുമ്പോ തല്ലിക്കൊല്ലും. വീട്ടില് പിന്നെ അപ്പുറത്തെ വീട്ടില് പിന്നെ നീ പോയിക്കോ പിന്നെന്താ, ഇങ്ങനെ ഈ പുളിമരം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന പുളിയെല്ലാം കൂടെ ഇങ്ങനെ അവര് കളക്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കും. അപ്പൊ നമുക്ക് കൊണ്ടുതരും. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇതിന് ഈ പുളിയുടെ കുറച്ച് പോർഷൻസ് എടുത്തിട്ട് അതിനകത്ത് ഉപ്പും മുളകും എല്ലാം കൂടെ ഞെരടിയിട്ട് സ്കൂൾ ബാഗിൽ എടുത്ത് വെച്ചിട്ട് ഇന്റർവെല്ലിൽ തിന്നലാണ് എന്റെ പരിപാടി.
നമ്മളിനി ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ വന്നിരിക്കുക വണ്ടി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്ന് നമ്മൾ ടെർമിനലിലേക്ക് പോകണം. ഇച്ചിരി നടത്തുള്ളൂ. മാഷാല്ലാ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ പട്ടിന്ന് വിളിച്ച എന്നെയാണോ അതോ? ഓക്കെ, ആ കാണുന്നതാണ് ടെർമിനൽ. സൈഡ് നോക്കിയോ. ഹായ്, കയറിയിരിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ അങ്ങ് വരാൻ കുറേ നടത്തമുണ്ട്. അപ്പുറത്തൂടെ കറങ്ങി വേറെ വഴി കൂടെയും വരാം. ഇപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് വന്നത്. നമ്മൾ ആലപ്പുഴക്കാര് തന്നെയാണ് ചേട്ടാ. എടാ മുട്ടനാടാടാ, വെറുതെ റിസ്ക് എടുക്കണ്ട. പോന്ന് നോക്കിയ ആഹാ, ഇന്നത് ഓളം വരുന്ന കുഞ്ഞു കുഞ്ഞു പാലങ്ങളാണ്. അയ്യോ, പിടിച്ചോടാ. അവിടെ നമ്മുടെ മുട്ടനാടിനെ കണ്ടിട്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. അമ്മമ്മ ആള് സീൻ വേറെയാണെന്ന്. ഏകദേശം എത്താനായി. ഞാനീ ഫോണിൽ തന്നെ നോക്കി നടന്ന മിക്കവാറും ഞാൻ ഭയങ്കരമായിട്ട് കായലിൽ കിടക്കും. ആഹാ, രസമുണ്ട്. അവിടുന്ന് ചാടണം. ഈ മരത്തിൽ ഞാൻ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നാണ്. റിസോർട്ടൊക്കെയാണ്. ഇതേതോ ഒരു റിസോർട്ടായിരുന്നു. അതിപ്പോൾ അവിടെ വർക്കിംഗ് അല്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ടെർമിനലിൽ റീച്ച് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ഷൂട്ടിംഗ് നടന്നിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. മറ്റേ ചാക്കോച്ചൻ്റെ ഫിലിം ഏതായിരുന്നു? പുള്ളിപ്പുലിയും മാട്ടിൻകുട്ടികളും അല്ലേ? അതുപോലെ തന്നെ ഒരുപാട് കുറേ ഫിലിംസിലെ ലൊക്കേഷനാണ് നമ്മളീ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ കൊറേ ഫിലിമിലുണ്ടടാ, ഇടയ്ക്ക് ഏതോ സോങ് സീൻസിലൊക്കെ വാങ്ക് വിളിക്കുന്നു. ഓൾറെഡി ഇതിൻ്റെ സൈഡിലെ കൈവരിയൊക്കെ എന്താ പറയുക, ഡാമേജ് ആയിരിക്കുവാണ്. ഇപ്പം അവിടെ സ്പീഡ് ബോട്ട് പോകുന്നു. അപ്പം ഇവിടെ ഈ ഹൗസ് ബോട്ട്സ് അതുപോലെയുള്ള ഈ ബോട്ടുകളൊക്കെ ഇതിപ്പം കറക്റ്റ് സത്യം പറഞ്ഞാൽ ഇത് നടുക്കായലാണ്. കണ്ടില്ലേ, കായലിൻ്റെ ഒത്ത നടുക്കാണ് ഈ ഒരു ടെർമിനലുള്ളത്. അപ്പോൾ ഹൗസ് ബോട്ടിൽ വരുന്നവരൊക്കെ നേരെ ആലപ്പുഴയിൽ നിന്ന് പിന്നെ ബോട്ടിൽ കയറി തന്നെ അവരവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ മൊത്തം ഇങ്ങനെ ചുറ്റി കാണിച്ച് ഇവിടെ ടെർമിനലിലേക്ക് എത്തും. ചുറ്റി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ആ ഹൗസ് ബോട്ടിൻ്റെ ബാക്കിൽ കണ്ടില്ല ഒരു ഷെഡ് പോലെയൊക്കെ കണ്ടില്ല. അവിടെയൊക്കെ അങ്ങോട്ടേക്കൊക്കെ എന്ന് വെച്ചാൽ ഉള്ളേരിയയാണ്. അതായത് പാടങ്ങളും ഇതൊക്കെ ആയിട്ട് പിന്നെ ഉൾക്കുട്ടനാടൻ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം ഈ ബോട്ടിലും ചെറിയ ബോട്ടിലും ഹൗസ് ബോട്ടിലൊക്കെ പോകുന്ന ആളുകളൊക്കെ അതൊക്കെ കണ്ട് ദെൻ അവർ പിന്നെ ഇടയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്യും, നേരെ ഇവിടെ വന്ന് പാർക്ക് ചെയ്യും. ഒരു ഇച്ചിരി നേരം ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ അവിടെ കണ്ടില്ലേ സ്പീഡ് ബോട്ടിങ് ഒക്കെ ഉണ്ട്. ചിലർ അതിൽ കയറി ഒന്ന് റൗണ്ട് അടിച്ചിട്ടൊക്കെ വരും. ചിലർ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ
ടെർമിനലിലെ കുറച്ച് ഇതൊക്കെ ഒന്ന് വൈബൊക്കെ ഒന്ന് അടിച്ചിട്ട് നേരെ ബോട്ടിലേക്ക് കയറിയിട്ട് വീണ്ടും അവർ തിരിച്ചു പോകും. പിന്നെ ചില ആളുകൾ നേരിട്ട് തന്നെ നേരെ ടെർമിനലിലേക്ക് വരും. പിന്നെ അതാ അവിടെ കണ്ടില്ലേ സ്പീഡ് ബോട്ട്, എന്നിട്ട് നേരെ സ്പീഡ് ബോട്ടിൽ കയറിയിട്ട് റൗണ്ട് അടിക്കും, എന്നിട്ട് നേരെ തിരിച്ചുവിടെ വരും. അങ്ങനെ നേരിട്ട് ടെർമിനലിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഹൗസ് ബോട്ടിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള ടൂറിസ്റ്റുകളും എല്ലാവരും അങ്ങനെയും വരാറുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ. പക്ഷെ ഇച്ചിരി ഡേഞ്ചറാണ്. മാങ്ങ പൈനാപ്പിളാ എന്നാ മാങ്ങ ഉപ്പിലിട്ട മാങ്ങ. റൈഡ് വേണ്ട, നല്ല എക്സ്പീരിയൻസ് ആണല്ലേ. ഇവിടെ കുറെ ഉപ്പിലിട്ട മാങ്ങ ആണോ? ഓക്കെ, വാഴപ്പിണ്ടി ഉപ്പിലിട്ടല്ലേ? സൂപ്പർ, അടിപൊളി. അയ്യോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പൊളി സാധനം. ഇപ്പം എനിക്ക് ഡൗട്ടായി, വാഴപ്പിണ്ടി മേടിക്കണം മാങ്ങ മേടിക്കണം. അടിപൊളി, ഒരു രക്ഷയില്ലട്ടാ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എന്നാലും എല്ലാവരും ടെർമിനലിൽ വരുമ്പോൾ നമ്മുടെ ഈ ചേട്ടൻ്റെ ലുലുമാൾ, കുട്ടനാടിന്റെ ലുലുമാളല്ലേ? എടാ ഒന്ന് കഴിച്ചു നോക്കാം, അടിപൊളി. അവൻ ലക്ഷദ്വീപുകാരനാ, അതുകൊണ്ടായിരിക്കും. ഞാൻ നമ്മുടെ വീട് തന്നെ, ആലപ്പുഴ. അപ്പം നമ്മുടെ ചേട്ടാ ഒരു ഹായ് പറഞ്ഞേക്ക്. ചേട്ടന്റെ പേരെന്താ? സജീർ. അപ്പം ചേട്ടന്റെ ഷോപ്പിൽ കയറാം. ഒരു രക്ഷയില്ലട്ടാ, വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സൂപ്പർ സാധനം. അയ്യോ എന്തോ എല്ലാം നല്ല ഉപ്പൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടുണ്ട്. ആഹാ, പൊളി 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 പൊളി. നമ്മുടെ ചേട്ടൻ്റെ ഷോപ്പ് സജീർന്നാ പേര് വന്നേ. അവിടെ എന്താ ഒച്ച നമുക്ക് പൈനാപ്പിൾ മേടിച്ചു തന്നിരിക്കുക. ഇത് നിനക്ക് കഴിച്ചില്ല. നീ എന്റെ മാങ്ങ അവിടെ വെച്ചേ. ഇത് കണ്ടപ്പോ കിട്ടുന്നു. ഒരു മിനിറ്റ്. നിന്നെ തള്ളിയിടും ഞാൻ. മാങ്ങ നടാ. അതെ, നമ്മളെല്ലാരും ആലപ്പുഴക്കാരായതുകൊണ്ട് ഇവരെന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്ത് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടിട്ടു അല്ലേടാ? വണ്ടിയും ബോട്ടും വരാത്ത ചെറിയ കൊണ്ടുവിട്ടേക്കും. അതെ, ഇവിടുന്ന് ഇങ്ങോട്ടെന്ന് പറയുമ്പോ അല്ല കരിക്കൊണ്ട് ഇട്ടത്. നേരെ ഒന്നുമില്ലെങ്കിലും നടുക്കായൽ കിടക്കാം. സ്പീഡ് ബോട്ട്, ഹൗസ് ബോട്ട്. മുളം കുലുക്കി സർബത്ത് നീ മേടിച്ച വാങ്ങാം. എല്ലാം പൊളി. ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ബോട്ടാണ്, ഗവൺമെന്റ് സർവീസ് ബോട്ട്. അതിന് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്, കണ്ടില്ലേ?